പുറത്തൊക്കെ നല്ല ചൂടാണ്. ഈ കാലാവസ്ഥയിൽ കർണാടക മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചെത്തുന്ന തണുത്ത വെള്ളത്തിൽ നീന്തിക്കുളിച്ചാൽ എങ്ങനെയിരിക്കും? അതും നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട്. അത്തരത്തിൽ മനം കുളിർക്കുന്ന ഒരു കാഴ്ചയാണ് അടുത്തത്. കാണാം. നല്ല ചൂടാണ്, ഒന്നും മുങ്ങിക്കുളിക്കാനൊക്കെ തോന്നുന്നില്ലേ? അത്തരക്കാർക്ക് പറ്റിയ ഒരിടമുണ്ട് ഇങ്ങ് കാർത്തികപുരത്ത്. ഇവിടെ പിള്ളേരൊക്കെ ഫുള്ള് ബൈബിലാണ്. ദൂരദേശങ്ങളിൽ നിന്നടക്കമാണ് ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ മനം കുളിർക്കും മലനിരകളുടെ സൗന്ദര്യം നുകർന്ന് നീന്തിക്കുളിക്കാൻ ആലക്കോട് കാർത്തികപുരത്തെ ചെക്ക് ഡാമിൽ എത്തുന്നത് നിരവധി പേർ. കൂടുതലും ആളുകൾ എത്തുന്നത് പുറം നാടുകളിൽ നിന്ന്. നമ്മൾ വരുന്നത് തളിപ്പറമ്പിൽ നിന്നാണ് വരുന്നത്. തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠാപുരത്തുനിന്നും മിക്സ് ആയിട്ടാണ് വരുന്നത്. ചൂട് കൊണ്ട് ഇങ്ങോട്ട് കളിയതാണ്. 4-5 ദിവസമായിട്ട് വിഷു അതെല്ലാം കൊണ്ട് നല്ല ചൂടായിരുന്നു തളിപ്പറമ്പിൽ. അതിലൊന്നൊന്ന് ഫാമിലിയിലൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതന്നെയാണ്. മൊത്തം നമ്മളെ ആൾക്കാരാണ്. നല്ല അടിപൊളി സ്ഥലം. നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടത്തേക്കായിട്ട് വന്നതാണ്. നല്ല വെള്ളവും നല്ലൊരു അന്തരീക്ഷം അതൊക്കെ കാണുന്നത് നല്ലൊരു സ്ഥലമാണ്. നാട്ടുകാർക്കും പ്രിയപ്പെട്ട ഇടം. അടിപൊളിയാണ്. ഈ ചൂടത്ത് വെള്ളത്തിലൊക്കെ വന്ന് ചാടാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ആ കാർത്തികപുരം ചെക്ക് ഡാം. ഈ ചൂടത്ത് വന്ന് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചാടി അല്ലടാ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ ചാടി വൈബ്. ഈ ഒരു വൈകുന്നേര സമയത്ത് ഈ ചൂട് നമുക്കൊന്ന് മാറ്റാൻ പറ്റും. നമ്മളിപ്പം ഫുട്ബോൾ കളിക്കാൻ പോകുകയാണെങ്കിൽ പോലും ഫുട്ബോൾ കളി കഴിഞ്ഞ് എല്ലാ ദിവസം വന്ന് ഇവിടെ കുളിച്ചിട്ടാണ് വീട്ടിൽ പോകുക. അതുപോലെ നമുക്ക് ഇവിടെ ഉള്ളമാർക്ക് നല്ലൊരു ഉപകാരമുള്ള സ്ഥലമാണ്. വെച്ചാൽ നല്ല വൃത്തിയുണ്ട്, നല്ല മെയിൻറ്റെയിൻ ചെയ്താണ് നോക്കുന്നത്. അപകട സാധ്യതയില്ല. ഇവിടെ വെച്ചാൽ ഈ മഴക്കാലം ആകുമ്പം അവിടുന്ന് ഈ കാട്ടിൽ നിന്നൊക്കെ വരുന്ന മണ്ണൊക്കെ വന്ന് ഇവിടെ ആടിയാൽ അത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പോലും ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ എന്തായിരുന്നു ഈ തുറന്നു വിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ചെളി എല്ലാം മാറ്റിയതാണ്. അതാണ് നമുക്ക് ഇറങ്ങുമ്പോഴും വെള്ളം കലങ്ങാത്തത്. ഇതിനകത്ത് മണ്ണൊന്നും അടിഞ്ഞ് കിടക്കുന്നില്ല. ഇവിടുത്തെ നാട്ടുകാരെല്ലാം അത്യാവശ്യം നല്ല വൃത്തിക്കാണ് നോക്കുന്നത്. മറ്റിടങ്ങളെ അപേക്ഷിച്ച് വേനൽക്കാലത്ത് അപകട സാധ്യതയും കുറവെന്നതാണ് ഇവിടേക്ക് കൂടുതലും ആളുകളെ ആകർഷിക്കുന്നത്. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങൾക്കും ഒന്ന് നീന്തി കുളിക്കണമെന്ന് തോന്നിയില്ലേ? എങ്കിൽ നേരെ വന്നോളൂ കാർത്തികപുരത്തേക്ക്. ആലക്കോട് നിന്നും അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.